പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും വന്ദനം. ഇന്ന് നാം ചിന്തിക്കുവാനായി എടുത്തിരിക്കുന്ന ദൈവവചനം ജെറേമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 9-ാം വാക്യമാണ്. തകർന്നുപോയ, ശൂന്യമായി കിടക്കുന്ന ഒരു നഗരത്തെ നോക്കി, അല്ലെങ്കിൽ പ്രത്യാശയറ്റുപോയ ഒരു ജനതയെ നോക്കി ദൈവം പറയുന്ന അതിശക്തമായ ഒരു വാഗ്ദാനമാണിത്. ഞാൻ ജെറുസലേമിന് ചെയ്യാനിരിക്കുന്ന നന്മകളെക്കുറിച്ച് കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകളുടെയും മുൻപാകെ ഈ നഗരം എനിക്ക് സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമാകും എന്നാണ് ദൈവം അരുളിച്ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുതന്നെ ആയിക്കൊള്ളട്ടെ, അത് തകർച്ചയുടേതോ നിരാശയുടേതോ നഷ്ടത്തിൻ്റേതോ ആകാം. എന്നാൽ ദൈവം തൻ്റെ മക്കളോട് പറയുന്നു, നിന്റെ ജീവിതം കൊണ്ട് ഞാനൊരു പുതിയ ചരിത്രം എഴുതുവാൻ പോവുകയാണ്. ഇന്നലകളിൽ നിന്നെ നോക്കി പരിഹസിച്ചവരുടെ മുൻപിൽ, നിന്റെ തകർച്ച കണ്ട് തിഥി എഴുതിയവരുടെ മുൻപിൽ ദൈവം നിന്നെ തനിക്ക് സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമാക്കി മാറ്റുവാൻ പോകുന്നു. ഈ വചനത്തിൽ ദൈവം 2 കാര്യങ്ങൾ ഉറപ്പു നൽകുന്നു. 1, ദൈവം നമുക്ക് നന്മയും സമൃദ്ധിയും നൽകും. 2, ആ നന്മയുടെ വലിപ്പം കണ്ട് ചുറ്റുമുള്ളവർ അത്ഭുതപ്പെടും. നാം അധ്വാനിച്ചുണ്ടാക്കുന്ന നേട്ടങ്ങളല്ല, മറിച്ച് ദൈവം തന്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ അതിനു നൽകുന്ന സകല നന്മകളും സമൃദ്ധിയും കണ്ട് അവർ ഭയന്നു വിറയ്ക്കും എന്ന് വചനം പറയുന്നു. ഇതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഉയർച്ചയും സൗഖ്യവും സമാധാനവും കണ്ട് ലോകം അമ്പരന്നു പോകും എന്നാണ്. മനുഷ്യബുദ്ധിക്ക് കണക്കുകൂട്ടാൻ കഴിയാത്തത്ര വലിയ നന്മകൾ ദൈവം നമുക്കായി കരുതിയിട്ടുണ്ട്. നമ്മുടെ സാക്ഷ്യം കേവലം നമ്മുടെ കഴിവല്ല, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവം ജെറുസലേമിനെ പണിതുയർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും തകർച്ചകളിൽ നിന്ന് പണിതുയർത്തും. അത് കാണുന്നവർ ഇത് ദൈവത്തിന്റെ കരമാണ് എന്നു പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറും. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വിശ്വസ്തനായ ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് ഒരു കീർത്തിയായി, ഒരു സന്തോഷമായി മാറും. ദൈവം തരുന്ന സമാധാനവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.